ചേച്ചി ഇവിടെ ആരും ഇല്ലേ? ചേച്ചി ഇത് നിങ്ങളെ മോനല്ലേ? കുട്ടികളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം കേട്ടാ. രണ്ടക്ഷരം പഠിച്ചടക്കേണ്ട പ്രായത്തിൽ ഈ ചെക്കനെന്ന ചെയ്തെന്ന് അറിയിങ്ങൾക്ക് ഇന്നലെ ഒരു 7 അടി നീളമുള്ള ചങ്ങായി ഉണ്ട്, 10-40 വയസ്സുണ്ട്. ഇവന്റെ അടി കൊണ്ടിട്ട് ആ ചങ്ങായി തളർന്നു കിടക്കലാന്ന്. അത് പോട്ട് കരീമ എന്ന് പറഞ്ഞ വേറെ ഒരുത്തനുണ്ട്, ഓൻ ഫസ്റ്റ് ഓവർ അറിയാൻ വന്നയാ. ഇവന്റെ അടി കൊണ്ട് ഇനിയും ബോളേ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. എന്നിട്ട് നിൽക്കുന്ന നൃത്തം നോക്കറാ. ആരാടെ ഇന്ത്യന്റെ പ്രസിഡന്റ്? കണ്ടാ ഇവനറിയില്ല. രണ്ടക്ഷരം പഠിപ്പിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾ ചെക്കൻ ഇങ്ങനെ കളിപ്പിച്ച് നടത്തിയാൽ മതിയാ. ഇവനെ വല്ല എൻട്രൻസിന്റെ കോച്ചിങ്ങിനേക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ല ആവട്ടെ ചെക്കെ. മോനങ്ങ് പോയാ ഇനി പഠിക്കട്ടാ, ബെറ്റെടുക്കറേ. പിന്നില്ലേ ഇവന് അനിയനെങ്ങാനുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം കേട്ടാ. നമ്മൾ ഗുജറാത്ത് സ്പോൺസർ ചെയ്യാം, ഗുജറാത്തിലേക്ക് വിട്ടാൽ മതി. ശരിയാ? ഹലോ, വൈഭവ് സൂര്യവംശി അല്ലേ? ഇത് ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. താങ്കൾ ഇന്നലെ കുറെ മധ്യവയസ്കരോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. മാത്രമല്ല പ്രകൃതി സംരക്ഷണ വകുപ്പിൽ നിന്നും നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള പ്രവൃത്തികൾ താങ്കൾ തുടരുകയാണെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ? ഇത് പന്തേട്ടനല്ലേ? ചിക്കൻ പൊക്കിയതാ. ഗോയങ്കാച്ചാസിന് അന്നേ നമ്പർ തന്നു, നിങ്ങൾ കുറച്ച് ടിപ്പ് പറഞ്ഞേരെ. ആടാ പന്ത് തന്നെയാടാ. പന്ത് മാത്രല്ലടാ, വെങ്കിടേശൻ നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എനിക്ക് 14 വയസ്സല്ലടാ ഉള്ളൂ. എനിക്ക് 1 കോടിയിലേ കിട്ടിയുള്ളൂ. അതിന്റെ കളി ഞാൻ കളിച്ചാൽ മതി കേട്ടാ. ഇവിടെ 27 കോടി കിട്ടിയ ഞാൻ മൊത്തത്തിൽ ഇത്ര റൺ എടുത്തിട്ടില്ല. ഇനി നീ ഇത് തുടർന്നാല് നീ ചെങ്കുലിക്ക് മൈങ്കുലി ബാറ്റ എടുക്കുന്നത് ഞാൻ BCCക്ക് പരാതി കൊടുക്കും. നിന്റെ കാർട്ടൂൺ നെറ്റ്വർക്ക് ഞാൻ കട്ട് ചെയ്യും. കാർട്ടൂൺ നെറ്റ്വർക്ക് ഇനിയിപ്പോ ഉണ്ടാ? ഇല്ലേ? അത് മോശമായിപ്പോട്ടെ. നീ നിർത്തിക്കോ. സഞ്ജു ചേട്ടാ, ഇതാര്? വൈഭവമാനാ? ഇതെന്റെ ക്ലാസ്മേറ്റാ, ഫാസ്റ്റ് ബോളറാ. ഡെത്തിലറിയിക്കാനാ? എന്തിന്? ഈ രാജസ്ഥാൻ ടീമിനെ നമുക്ക് രക്ഷിക്കണം സഞ്ജു ചേട്ടാ. കളിക്കാൻ പോയി. ഈ രാജസ്ഥാൻ ടീമിനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല മക്കളെ. കാരണം ഈ ടീം മൊത്തത്തിലൊരു തോൽവിയാണ്. രാജസ്ഥാൻ ഈ സീസണിൽ തോപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. ബോൾട്ടണിനെയും ജോസേട്ടനെയും റീറ്റെയിൻ ചെയ്യാണ്ട് മാനേജ്മെന്റ് ആദ്യം തന്നെ നമ്മളെ തോപ്പിച്ച്. ഓപ്ഷൻ വിളിക്കാൻ ചെന്നപ്പോ നല്ല പ്ലേയേഴ്സിനെ കണ്ടപ്പോ കൈവറച്ച ഇതേ മാനേജ്മെന്റ് പിന്നെയും നമ്മളെ തോപ്പിച്ച്. ടാക്ടിക്സിന്റെയും സ്ട്രാറ്റജിന്റെയും കാര്യത്തിൽ സംഘക്കാരണ്ണന്റെ ഒപ്പം തൂക്കി നോക്കിയപ്പോ നമ്മളെ ഹെഡ് കോച്ച് ദ്രാവിഡ് അണ്ണനെ നമ്മളെ തോപ്പിച്ച്. എന്തിന്? ലോകത്തുള്ള എല്ലാ ടീമും ഈ സീസണിൽ ജയിച്ച ചിന്നസ്വാമിയിൽ വെച്ചിട്ട് RCB വരെ നമ്മളെ തോപ്പിച്ച്. അവസാനം ക്ലാസ്മേറ്റിനെയും കൂട്ടി ഈ ടീമിൽ കളിക്കാൻ കൊണ്ടുവന്ന നീയും സ്നേഹം കൊണ്ട് നമ്മളെ തോപ്പിച്ച്. തോൽവികൾ ഏറ്റുവാങ്ങാൻ രാജസ്ഥാൻ ടീമിന്റെ ഈ സീസൺ പിന്നെയും ബാക്കി. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. മില്ലിൽ പോയിട്ട് അരി പൊടിച്ചിട്ട് വന്നാട്ടെ, എന്നിട്ട് കളിക്കാൻ പോയാ മതി. എന്തിനാ മോനെ അമ്മേനെ ഇത്രയധികം വിഷമിപ്പിക്കുന്നു നീ? അമ്മനെ കളിക്കാൻ പോവേ. റേഷൻ വീട്ടിൽ പോയിട്ട് വന്നാട്ടെ, എന്നിട്ട് കളിക്കാൻ പോയാ മതി. ഇങ്ങനെ ക്രിക്കറ്റും കളിച്ച് നടക്കാണ്ട് അപ്പുറത്തെ ഉണ്ണീനെ കണ്ട് പഠിക്കണോ നിനക്ക്? പരീക്ഷയല്ലേ അടുത്ത ആഴ്ച? ഈ കണ്ടിക്ക് താഴെ കിഴിഞ്ഞ് വെറുതെ വേണ്ട. നീയല്ല ഇങ്ങനെ ഗെയിമും കളിച്ച് നടന്നു. അതാ ഇന്റെ പ്രായത്തിൽ പിള്ളേർ IPL സെഞ്ചുറി അടിക്കുന്ന. എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. 150 ബോൾ ചെയ്യുന്ന ആരും ഇല്ലടാ ഈ കണ്ടത്തില്. ഇന്ത്യൻ ടീമിലെ ലീസായിട്ട് കയറാടാ. എന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്ന്.